CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലേതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ് പറ്റിയിട്ടുള്ളത്. കാരണം എന്താണ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോഹ സദോയ് എന്ന സൂപ്പർ താരത്തെയായിരുന്നു ടീമിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ താരത്തെ ടീമിലേക്ക് എത്തിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ആരെയാണ് മുന്നേറ്റ നിരയിൽ നിന്നും ടീമിൽ നിന്നും ഒഴിവാക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായി വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ISL ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറാവുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അംഗങ്ങൾ എല്ലാവരും. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരായിട്ടാണ് ഈ ഒരു മത്സരം ഉണ്ടാവുക. അതും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നതും. ഈ വരുന്ന ബുധനാഴ്ച അഥവാ മാർച്ച് 13-ാം തീയതിയോടെയാണ് ഈ ഒരു മത്സരം ഉണ്ടാവുക. ഏതായാലും നിലവിൽ 17 മത്സരങ്ങളിൽ നിന്നും 29 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. കൂടാതെ ഇനി ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 5 മത്സരങ്ങളിൽ നിന്നും 5 പോയിന്റ് വീതമെങ്കിലും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ നിലവിൽ ഇപ്പോൾ അടുത്ത ISLന്റെ 11-ാം സീസണിലേക്ക് വേണ്ടിയുള്ള ഒരുപാട് ട്രാൻസ്ഫർ നീക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം മുതലേ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി അനുബന്ധിച്ചുള്ള ഒരു വലിയ ട്രാൻസ്ഫർ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ISLലെ തന്നെ ഒരു വമ്പൻ ക്ലബായ FC ഗോവയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന നോഹ സദോയ് എന്ന മൊറോക്കൻ താരത്തെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുക. ഏതായാലും ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സദോയ് ടീമിലേക്ക് വന്നാലുടൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരെയാവും ടീമിൽ നിന്നും പുറത്താക്കുക എന്നതാണ്. എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ആശങ്കയുണ്ട്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ, ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, ഡൈസുകെ സക്കായി, മാർക്കോ ലസ്കോവിച്ച്, മിലോസ് ഡ്രിൻസിച്ച് എന്നിവരുടെ കരാറാണ് ഈ ഒരു ISLന്റെ 10-ാം സീസൺ കഴിയുന്നതോടുകൂടി അവസാനിക്കാൻ പോകുന്നത്. നമുക്കറിയാം സ്ട്രൈക്കറായും വിങ്ങറായും കളിക്കാൻ കൽപ്പുള്ള ഒരു താരമാണ് സദോയ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സദോയ്ക്ക് പകരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു മുന്നേറ്റ നിര താരത്തെയായിരിക്കും ടീമിൽ നിന്നും ഒഴിവാക്കുക. ഇതിൽ പ്രധാനമായി നമ്മൾ പരിഗണിക്കുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെയും അഡ്രിയാൻ ലൂണയെയുമാണ്. ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈ ഒരു സീസണിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന സൂചനകൾ പല ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അഡ്രിയാൻ ലൂണയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ലൂണയെ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. പക്ഷേ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ പോലുള്ള എല്ലാ മത്സരങ്ങളിലും സ്ഥിരമായി ഗോൾ നേടുന്ന ഒരു സ്ട്രൈക്കറെ ഒഴിവാക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഒരു വലിയ വിമർശനം തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പു തന്നെയാണ്. അതേസമയം പ്രതിരോധ നിരയിലെ മറ്റൊരു വിദേശ സാന്നിധ്യമായ മാർക്കോ ലസ്കോവിച്ച് ക്ലബ്ബ് വിടാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നോഹ സദോയ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ആരാവും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തേക്ക് പോവുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.